ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 3rd സെമ്മിലെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് സെക്കൻഡ് പാർട്ട്, അതിലെ 2ാമത്തെ ബ്ലോക്കിലെ 1ാമത്തെ യൂണിറ്റാണ് നമ്മൾ നോക്കുന്നത്. നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് നോക്കേണ്ടത് സൈമൺ കമ്മീഷനാണ്. എന്താണ് സൈമൺ കമ്മീഷൻ? ഇന്ത്യയിലെ പുതിയ ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1927 സൈമൺ കമ്മീഷൻ രൂപീകരിച്ചത്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം 1928 ഫെബ്രുവരി 3 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത്. സർ സൈമൺ ആയിരുന്നു ഈ കമ്മീഷനിലെ ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്നത്. അതുപോലെ സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭുവും ആയിരുന്നു. സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 7 ആയിരുന്നു. സൈമൺ കമ്മീഷനിലെ ചെയർമാൻ ജോൺ സൈമണുമായിരുന്നു. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഇതിലൊരു ഇന്ത്യക്കാരൻ പോലും ഇല്ലായിരുന്നു. അവർക്ക് 7 അംഗങ്ങളുണ്ടായിരുന്നു. ആ 7 പേരും ആരായിരുന്നു? ബ്രിട്ടീഷുകാർ തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് സൈമൺ കമ്മീഷൻ ബഹിഷ്കരിച്ചത് തന്നെ. സൈമൺ കമ്മീഷനിലെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിന്റെ അടിയേറ്റ് മരിച്ച നേതാവായിരുന്നു ലാല ലജപത് റായ്. അദ്ദേഹം 1928 ഒക്ടോബർ 30 അദ്ദേഹം ലാത്തി ചാർജിനാൽ മരണപ്പെടുകയാണ് ചെയ്തത്. ആ സമയത്ത് ലാല ലജപത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ സാൻഡേഴ്സനെ വധിച്ചത് ധീര ദേശാഭിമാനിയായ ഭഗത് സിംഗ് ആയിരുന്നു. സൈമൺ കമ്മീഷൻ തിരിച്ചു പോയ വർഷം 1929 മാർച്ച് 3 സൈമൺ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിച്ചത് 1930. ഇത്രയും കാര്യങ്ങൾ ഇതിൽ നമുക്ക് എഴുതിയാൽ മതി. ഇനി എന്താണ് നെഹ്റു റിപ്പോർട്ട് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ പ്രമുഖ നേതാക്കൾ പൂനെയിൽ സമ്മേളിച്ച് ഭരണഘടനാ പരിഷ്കാരത്തിനായി മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവർ ഉൾപ്പെടുന്ന ഒരു സംഘം കമ്മിറ്റിയെ നിയോഗിച്ചു. അതിൻ്റെ ഫലമായി മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ 1928 ഓഗസ്റ്റിൽ പൂർത്തിയാക്കപ്പെട്ട റിപ്പോർട്ടാണ് ഇന്ത്യക്ക് ഭരണഘടനാപരമായ ഒരു ചട്ടക്കൂട് വിഭാവനം ചെയ്യുന്നതിനുള്ളതായിരുന്നു. ഇത് ആദ്യ ശ്രമമായിരുന്നു ഈ റിപ്പോർട്ട്. ഇത് പ്രകാരം ഇന്ത്യക്കാരുടെ അടുത്ത ലക്ഷ്യം പുത്രികാരാജ്യ പദവിയാണെന്ന് പ്രഖ്യാപിച്ചു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശമുള്ള ഒരു മതേതര രാഷ്ട്രമാണ് നെഹ്റു റിപ്പോർട്ട് വിഭാവനം ചെയ്തത്. അവിശിഷ്ടാധികാരങ്ങൾ കേന്ദ്രത്തിന് നൽകണമെന്ന് പ്രവിശ്യകൾ രൂപവൽക്കരിക്കുന്നത് ഭാഷാ അടിസ്ഥാനത്തിലായിരിക്കണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിച്ചു. സുപ്രീം കോർട്ട് വേണമെന്നും മറ്റൊരു ആവശ്യമായിരുന്നു ഈ റിപ്പോർട്ടിൽ. അതുപോലെ തന്നെ സ്റ്റേറ്റ് പീപ്പിൾ കോൺഫറൻസ് 1927 കൂടി വിവിധ നാട്ടുരാജ്യങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏകോപിക്കാൻ ഒരു പൊതുവേദി ആവശ്യമാണെന്ന് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 1927 ഡിസംബറിൽ സ്ഥാപിക്കപ്പെട്ട പ്രസ്ഥാനമാണ് ഓൾ ഇന്ത്യ സ്റ്റേറ്റ്സ് പീപ്പിൾ കോൺഫറൻസ്. സംഘടനകളുടെ പ്രാഥമിക സമ്മേളനം 1927 ഡിസംബറിൽ മുംബൈയിൽ ചേർന്നു. ബറോഡ, ഭോപ്പാൽ, തിരുവിതാംകൂർ മുതലായ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് പേർ ഈ പ്രസ്ഥാനത്തിൽ അണിചേരുകയും ചെയ്തു. എന്നാൽ ഈ നെഹ്റു റിപ്പോർട്ട് ആരംഗീകരിച്ചില്ല? മുഹമ്മദ് അലി ജിന്ന അംഗീകരിച്ചില്ല. ഇന്ത്യയിലെ എല്ലാ പ്രധാന അതുപോലെ അപ്പം അങ്ങനെ നെഹ്റു റിപ്പോർട്ട് അംഗീകരിക്കാതെ വന്നപ്പം ജിന്ന തന്നെ 14 തത്വങ്ങൾ കൊണ്ടുവന്നു. ഇന്ത്യയിലെ എല്ലാ പ്രധാന രാഷ്ട്രീയ കക്ഷികളും നേതാക്കളും ചേർന്ന് ഭരണപരിഷ്കാരത്തിൽ ഒരു സമാന്തര പദ്ധതിക്ക് രൂപം നൽകിക്കൊണ്ട് സൈമൺ കമ്മീഷൻ സംജാതമാക്കിയ വെല്ലുവിളിയെ നേരിടാൻ ശ്രമിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി രാഷ്ട്രീയ യോഗങ്ങൾ നടന്നു. ഇന്ത്യയിലെ പ്രമുഖ നേതാക്കൾ പൂനെയിൽ സമ്മേളിച്ചു. ഭരണഘടനാ പരിഷ്കാരത്തിനായി മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവർ ഉൾപ്പെടുന്ന ഒരു 8 കമ്മിറ്റി നിയോഗിച്ചു. അതിൻ്റെ ഫലമായി മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ 1928 ഓഗസ്റ്റിൽ പൂർത്തിയാക്കപ്പെട്ട റിപ്പോർട്ടാണ് നെഹ്റു റിപ്പോർട്ട് എന്നറിയപ്പെടുന്നത്. ഈ ഇന്ത്യക്ക് ഭരണഘടനാപരമായ ഒരു ചട്ടക്കൂട് വിഭാവനം ചെയ്യുന്നതിനുള്ള ആദ്യ ശ്രമമായിരുന്നു ഈ റിപ്പോർട്ട്. ഇത് പ്രകാരം ഇന്ത്യക്കാരുടെ അടുത്ത ലക്ഷ്യം പുത്രികാരാജ്യ പദവിയാണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ പൗരത്വ വ്യവസ്ഥകളും മൗലിക അവകാശങ്ങളും നെഹ്റു റിപ്പോർട്ടിൽ നിർവചിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 1928 ഡിസംബറിൽ കൊൽക്കത്തയിൽ ചേർന്ന ഓൾ പാർട്ടി കൺവെൻസ് ഈ റിപ്പോർട്ട് പാസ്സാക്കുന്നതിൽ പരാജയപ്പെട്ടു. ഹിന്ദു മഹാസഭ, മുസ്ലിം ലീഗ്, സിഖ് ലീഗ് നേതാക്കന്മാർ നെഹ്റു റിപ്പോർട്ടിനെ അനുകൂലിച്ചില്ല.
ഈ അവസരത്തിലാണ് മുഹമ്മദ് അലി ജിന്ന തൻ്റെ പ്രസിദ്ധമായ 14 തത്വങ്ങൾ ആവിഷ്കരിച്ചത്. ജിന്നയുടെ 14 തത്വങ്ങൾ 1929 1929 മാർച്ചിൽ ഡൽഹിയിൽ ചേർന്ന മുസ്ലിം ലീഗിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ജിന്ന തൻ്റെ 14 തത്വങ്ങൾ മുന്നോട്ട് വെച്ചു. ഫെഡറൽ രീതിയിലുള്ള ഭാവി ഭരണഘടന പ്രവിശ്യകൾക്ക് അവശിഷ്ട അധികാരങ്ങൾ, വിവിധ പ്രവിശ്യകളിലെ സ്വയംഭരണ അധികാരങ്ങൾക്ക് ഏകീകൃത സ്വഭാവം, കേന്ദ്ര നിയമസഭയിൽ മുസ്ലിങ്ങൾക്ക് 1/3 കുറയാത്ത പ്രാതിനിധ്യം, പൂർണ്ണ മതസ്വാതന്ത്ര്യം, സിദ്ദിനെ ബോംബെ പ്രസിഡൻസിയിൽ നിന്ന് വേർതിരിക്കണം, മുസ്ലിങ്ങൾക്ക് സംസ്ഥാനങ്ങളിലും സ്വയംഭരണ സ്ഥാപനങ്ങളിലും സർവീസിൽ പ്രാതിനിധ്യം നൽകണം, മുസ്ലിം സംസ്കാരത്തിൻ്റെ പരിരക്ഷണത്തിന് ഭരണഘടനാ വ്യവസ്ഥകൾ, കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിസഭകളിലും 1/3 മുസ്ലിം മന്ത്രിമാർ തുടങ്ങിയവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ. കോൺഗ്രസ് പാർട്ടി ഈ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞു. പരിഹാസ്യമായി 14 പോയിന്റുകൾ എന്നതായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രതികരണവും. ജിന്ന വട്ടമേശ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയും അവിടെ അദ്ദേഹം മുസ്ലിങ്ങൾക്ക് കാഴ്ചപ്പാട് വിശദീകരിക്കുകയും ചെയ്തു. ഇനി നമുക്ക് പൂർണ്ണ സ്വരാജ് എന്താണെന്ന് നോക്കാം. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് പ്രകാരം വന്നതാണ് ഈ പൂർണ്ണ സ്വരാജ്. 1929 ചേർന്ന ലാഹോർ സമ്മേളനം ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. അപ്പോൾ 1929 ചേർന്ന ലാഹോർ സമ്മേളനത്തിൽ ആരെയാണ്? ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. അപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്? 1929 ലാഹോർ സമ്മേളനത്തിൽ ആരാണ്? ജവഹർലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം പൂർണ്ണ സ്വരാജിന് വേണ്ടിയുള്ള പ്രമേയം അവതരിപ്പിച്ചു. പുതിയതായി അംഗീകരിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ ത്രിവർണ്ണ പതാക 1929 ഡിസംബർ 31 അർദ്ധരാത്രി അവർ ഉയർത്തുകയും ചെയ്തു. അപ്പോൾ പുതിയതായി അംഗീകരിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ ത്രിവർണ്ണ പതാക 1929 ഡിസംബർ 31 അർദ്ധരാത്രി ഉയർത്തി. 1930 ജനുവരി 26 ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി ലാഹോർ സമ്മേളനം നിശ്ചയിച്ചു. ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതും റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തതും. അപ്പോൾ ആ സമയത്ത് വൈസ്രോയി ലോർഡ് ഇർവിനായിരുന്നു. അദ്ദേഹമാണ് ഡിക്ലറേറ്റ് ചെയ്തു 1929 ഒക്ടോബർ 1929 ഒക്ടോബർ 31 ലോർഡ് ഇർവിന് എന്ത് ചെയ്തു? അത് ഒരു പ്രഖ്യാപനം നടത്തി. ഗ്രാൻഡ് ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിന് അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? വട്ടമേശ സമ്മേളനങ്ങൾ, റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ വിളിച്ചു കൂട്ടിയത്. അപ്പോൾ അതിൽ ഗാന്ധിജി എന്ത് ചെയ്തില്ല? പോയില്ല. ഗാന്ധിജി പ്രതിഷേധം എന്ന നിലയിൽ ഗാന്ധിജി പോയില്ല. അപ്പം നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം പൂർണ്ണ സ്വരാജിന് വേണ്ടിയുള്ള പ്രമേയം അവതരിപ്പിച്ചെന്ന് നമ്മൾ പറഞ്ഞു. പുതിയതായി അംഗീകരിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ ത്രിവർണ്ണ പതാക 1929 ഡിസംബർ 31 അർദ്ധരാത്രി ഉയർത്തുകയും ചെയ്തു. ആ പോയിന്റ് നോട്ട് ചെയ്തോണം. അപ്പം കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജായെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് ഇത്. പൂർണ്ണ സ്വരാജ് 1929. അതുപോലെ തന്നെ 1929 ലാഹോർ സമ്മേളനത്തിലാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചത്. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ലാഹോർ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ തുടർന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് 1929 ഡിസംബർ 31 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചത് 1930 ജനുവരി 26 അതുകൊണ്ടാണ് ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1930 ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്നത്. സിവിൽ നിയമലംഘനം എന്നാണ് അതിനെ പറയുന്നത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമാണ് ഉപ്പു സത്യാഗ്രഹം. 1930 അത് നടക്കുന്നത്. ഉപ്പു സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12 അപ്പോൾ ഇവർ എന്താണ് കുറച്ച് കാര്യങ്ങൾ അപ്പം നമുക്ക് വേണ്ടത് ഇപ്പം ഈ ലാഹോർ സെക്ഷൻ കോൺഗ്രസ് 1929 കൂടിയല്ലോ. അപ്പോൾ അവർ അതിൽ ഉൾപ്പെടുത്തിയ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ സ്വരാജാണ്. എന്ന് വെച്ചാൽ ഹോം റൂൾ, സ്വയം ഭരണം.
നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണം, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടണം, നമുക്ക് സ്വയം അവകാശങ്ങൾ വേണം, നമ്മുടെ അധികാരങ്ങൾ വേണം. അതിന് ഡൊമിനിയൻ സ്റ്റാറ്റസ് നോ ലോങ്ങർ അക്സെപ്റ്റബിൾ ആയിരുന്നു. അത് ഒരുപാട് നാൾ നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ലെന്നും സ്വരാജിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്ന് വെച്ചാൽ പൂർണ്ണ സ്വരാജാണെന്നും അതുപോലെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്യണമെന്നും അത് നമുക്ക് ആവശ്യമാണ്. സിവിൽ ഡിസൊബീഡിയൻസ് നിർത്തലാക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം കിട്ടണം. അതുപോലെ കോൺഗ്രസ് വാസ് ടു ബോയ്ക്കോട്ട് ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. അതേപോലെ കോൺഗ്രസ് എന്ത് ചെയ്തു? ഇവരെ റൗണ്ട് ടേബിൾ ഇർവിൻ പ്രഭു വിളിക്കുമല്ലോ, ഈ സമയത്ത് ലോർഡ് ഇർവിൻ ആയിരുന്നു വൈസ്രോയി. അദ്ദേഹം വട്ടമേശ സമ്മേളനത്തിൽ വിളിച്ചു. അപ്പോൾ അതവരെന്ത് ചെയ്തു? ബോയ്ക്കോട്ട് ചെയ്തു. അതവർ ബഹിഷ്കരിച്ചു. ആൾ ഫ്യൂച്ചർ ഇലക്ഷൻ വിൽ ബി ബോയ്ക്കോട്ട്. അതുപോലെ അവരുടെ എല്ലാ ഇലക്ഷനും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്തു? ബഹിഷ്കരിച്ചു. ഇനി എന്താണ് ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഉപ്പ് സത്യാഗ്രഹം, സാൾട്ട് സത്യാഗ്രഹം, ഇതിൻ്റെ പ്രധാന പോയിന്റ് ഈ യൂണിറ്റിലെ പ്രധാന പോയിന്റാണിത്. ഒരിക്കൽ കൂടി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവൺമെൻറ്റിന് നേരിട്ട് ജനങ്ങളാകെ പ്രതീക്ഷ നിർഭരരായി സ്വതന്ത്രമാകുന്ന അവസ്ഥയിലേക്ക് അടുക്കാൻ അത് നിശ്ചയദാർഢ്യം പൂണ്ടു. ഉപ്പ് സത്യാഗ്രഹത്തോടെയാണ് ഗാന്ധിജി സിവിൽ ആജ്ഞ ലംഘനം പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഉപ്പ് നിർമ്മിക്കാനുള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഉപ്പ് നികുതിയും സാധാരണക്കാരന് കടുത്ത പ്രതിസന്ധികളാണ് സൃഷ്ടിച്ചത്. അതിനാലാണ് അതിനെതിരെ പ്രതിഷേധിക്കുന്നതിന് അദ്ദേഹം മുൻഗണന നൽകിയത്. അപ്പോൾ ഉപ്പ് എടുക്കാനുള്ള ഒരു നികുതി കൊടുക്കേണ്ട അവസ്ഥ വന്നു. ഉപ്പ് സത്യാഗ്രഹം തുടങ്ങുന്നതിന് മുമ്പ് 11 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വൈസ്രോയി ഇർവിൻ പ്രഭുവിന് ഗാന്ധിജി കത്തെഴുതി. കത്തിലെ ആവശ്യങ്ങൾ വൈസ്രോയിക്ക് തള്ളിക്കളഞ്ഞു. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്നാണ് അദ്ദേഹം സമരസന്നാഹത്തെ വിലയിരുത്തിയത്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. അപ്പം വൈസ്രോയി ഇർവിൻ പ്രഭുവാണ്. അപ്പോൾ ഇർവിൻ പ്രഭുവിന് ആരാണ്? ഇർവിൻ പ്രഭുവിന് നമ്മുടെ ഗാന്ധിജി കത്തെഴുതി. കത്തിലെ ആവശ്യങ്ങൾ വൈസ്രോയി തള്ളിക്കളയുകയാണ് ചെയ്തത്. അപ്പോൾ ഗാന്ധിജി എന്തു പറഞ്ഞു? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണെന്ന് പറഞ്ഞു. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. വൈസ്രോയിയുടെ പ്രതികൂല നിലപാടിനോട് ഗാന്ധിജി ഇപ്രകാരം പ്രതികരിച്ചു: ഞാൻ അപ്പം ചോദിച്ചു, കിട്ടിയത് കല്ലാണ്. ഉപ്പ് സത്യാഗ്രഹത്തിന് പുറപ്പെടും മുമ്പ് അദ്ദേഹം പറഞ്ഞു: ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന ചെയ്യുമെന്ന് പറഞ്ഞു. ഉപ്പ് സത്യാഗ്രഹത്തിന് പുറപ്പെടും മുമ്പ് അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന ചെയ്യുമെന്ന് ഗാന്ധിജി ഉറച്ചു പറഞ്ഞു. അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ 1918 മുതൽ തൻ്റെ വസതിയായ ഹൃദയാഗുഞ്ചിൽ നിന്നാണ് 78 അനുയായികളുമായി 61കാരനായ അന്ന് ഗാന്ധിജിക്ക് 61 വയസ്സാണ്. മഹാത്മാഗാന്ധി 1930 മാർച്ച് 12 ചരിത്ര പ്രസിദ്ധമായ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത്. 386 കിലോമീറ്റർ 240 മൈലാണ് കേട്ടോ. അകലെ ഗുജറാത്തിലെ ഇന്ത്യയുടെ പശ്ചിമതീരത്തുള്ള ദണ്ഡി കടപ്പുറമാണ് ഉപ്പ് നിയമ ലംഘനത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്തത്. വിഷ്ണു ദിഗംബർ പാലുസ്കാർ ഈണമിട്ട രഘുപതി രാജാറാം എന്ന ഗാനം സംഘങ്ങൾ ആവേശപൂർവ്വം പാടിക്കൊണ്ട് മുന്നോട്ട് നീങ്ങി. ആരാണ്? വിഷ്ണു ദിഗംബറാണ് രഘുപതി രാജാറാം എഴുതിയത്. ഓരോ ദിവസവും മാധ്യമങ്ങളിൽ ജാഥയുടെ പുരോഗതിയും ഗാന്ധിജിയുടെ പ്രശംസകളും ജനങ്ങളുടെ മേലുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനം റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ മാർഗത്തിലേക്കുള്ള 100 കണക്കിന് ഗ്രാമജീവനക്കാർ ഉദ്യോഗം രാജിവെച്ച് ഓരോ ദിവസവും 100 കണക്കിന് ആളുകൾ ജാഥയിൽ അണിചേർന്നതിൻ്റെ ഫലമായി അത് 2 മൈലോളം നീളം കൈവരിച്ചു. 24 ദിവസം കൊണ്ട് 4 ജില്ലകളും 48 വില്ലേജുകളും പിന്നിട്ട ഏപ്രിൽ 5 സംഘങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി, ദണ്ഡി കടപ്പുറത്തെത്തി. ശക്തിക്കെതിരെ ശരി നടത്തുന്ന ഈ യുദ്ധത്തിൽ ലോകത്തിൻ്റെ അനുകമ്പ തനിക്ക് ആവശ്യമുണ്ടെന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചു. അടുത്ത ദിവസം ദണ്ഡി കടപ്പുറത്ത് നിന്ന് ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് ഗാന്ധിജി പ്രതീകാത്മകമായി ഉപ്പ് നിയമം ലംഘിച്ചു. ഇതോടെ ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അസ്ഥിവാരം ഇളക്കുകയാണെന്ന് ഗാന്ധിജി പറഞ്ഞു. കടൽ വെള്ളം കുറുക്കി ജാഥാംഗങ്ങൾ ഉപ്പ് നിർമ്മിച്ച് ഉപ്പ് സത്യാഗ്രഹം ലോകമാധ്യമങ്ങൾ വമ്പിച്ച പ്രാധാന്യത്തോടെ പ്രസിദ്ധപ്പെടുത്തി. ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി. ശക്തിയുടെ ഒരു വാക്ക്. ജവഹർലാൽ നെഹ്റു ആ സന്ദർഭത്തെ ഇപ്രകാരം വിവരിച്ചു: പ്രശസ്ത അമേരിക്കൻ പത്രപ്രവർത്തനായ വെബ് മില്ലറുടെ റിപ്പോർട്ടുകൾ ബ്രിട്ടൻ ഇന്ത്യയിൽ നടത്തുന്ന കോളനി പരിഷ്കരണത്തിനെതിരെ ലോകമെമ്പാടും പൊതുജന അഭിപ്രായം രൂപപ്പെടുന്നതിന് വലിയൊരു പങ്ക് വഹിക്കുകയും ചെയ്തു. പ്രശസ്തമായ ടൈം മാഗസിനിൽ 1930 പേഴ്സൺ ഓഫ് ദി ഇയർ ആയി ഗാന്ധിജിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു.
മോത്തിലാൽ നെഹ്റു ദണ്ഡിയാത്രയെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള പ്രയാണത്തോടനുബന്ധിച്ചപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് അതിനെ എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മാർച്ചിനോട് താരതമ്യപ്പെടുത്തുകയായിരുന്നു. ഏറ്റവും സ്വാധീനം ചെലുത്തിയ 10 പ്രതിഷേധ സമരങ്ങളിലൊന്നായി ഉപ്പ് സത്യാഗ്രഹത്തെ 2014 പ്രശസ്തമായ ടൈം മാഗസിൻ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങനെ സ്പ്രെഡ് ദ മൂവ്മെൻറ്റ്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് സ്പ്രെഡ് ചെയ്യുന്ന മുമ്പ് നമ്മൾ എന്താണ് ഓരോ സ്ഥലത്തായിട്ട് നിയമലംഘന പ്രസ്ഥാനത്തിന് ഇതര ഭാഗങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു കൊണ്ടേയിരുന്നു. നിയമലംഘന പ്രസ്ഥാനം അതിവേഗം രാജ്യത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. ബോംബെ പ്രവിശ്യയിലും കർണാടകത്തിലും സെൻട്രൽ പ്രൊവിൻസിയിലും വന നിയമങ്ങൾ ലംഘിക്കപ്പെട്ടു. പൂർവ്വ ഇന്ത്യയിൽ ആളുകൾ കാവൽ നികുതി അടയ്ക്കാൻ വിസമ്മതിച്ചു. വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുന്നതിനും ഹർത്താലും പ്രകടനങ്ങളും നടത്തുന്നതിനും ജനം പങ്കാളികളായി. സത്യാഗ്രഹങ്ങളിൽ ലക്ഷക്കണക്കിന് പേർ ഭാഗവക്കായി. കർഷകർ പാട്ടവും ഭൂനികുതിയും കൊടുക്കാൻ വിസമ്മതിച്ചു. സ്ത്രീകളുടെ വ്യാപകമായ പങ്കാളിത്തമായിരുന്നു ഈ സമരത്തിൻ്റെ മറ്റൊരു സവിശേഷത. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ നിയമലംഘന പ്രസ്ഥാനം എങ്ങനെയെന്ന് വെച്ചാൽ അതിർത്തി ഗാന്ധി എന്ന പേരിൽ പ്രശസ്തനായ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിൽ സമരത്തിന് നേതൃത്വം നൽകിയത്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് ഗുദായി ഖിദ്മത്ത് കാർ, ദൈവത്തിൻ്റെ സേവകർ എന്ന സംഘടന സ്ഥാപിച്ചു. ഗുദായി ഖിദ്മത്ത് കാർ. പഠാൻ ജനതയെ സമരത്തിൽ അണിചേർത്ത് ചുവന്ന കുപ്പായക്കാർ എന്നാണ് ഇവർ പരക്കെ അറിയപ്പെട്ടത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ പ്രക്ഷോഭ പരിപാടികൾ എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള മൂലയിലും സമരത്തിൻ്റെ അലയൊലികൾ എത്തി. മണിപ്പൂരികൾ അതിൽ അതിധീരമായി പങ്കെടുത്തു. റാണി ഗീഡിലു എന്ന ധീരവനിത നാഗാലാൻഡിൽ ശ്രദ്ധാകേന്ദ്രമായി. ഗാന്ധിജിയുടെ കോൺഗ്രസിൻ്റെയും ആഹ്വാനം ചെവിക്കൊണ്ട അവർ വിദേശ ഭരണത്തിനെതിരെ കലാപമുയർത്തി. ചെറുപ്പക്കാരിയായ അവരെ പിടികൂടിയ ബ്രിട്ടീഷ് സർക്കാർ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. 1947 സ്വതന്ത്ര ഇന്ത്യയുടെ ഗവൺമെൻറ് സ്വതന്ത്രമാകും വരെയും അസ്സാമിലെ ഇരുളടഞ്ഞ ജയിലറകളിലായിരുന്നു അവരുടെ യൗവനകാലം. ആരാണ്? റാണി ഗീഡിലു. തമിഴ്നാട്ടിലെ ഉപ്പ് സത്യാഗ്രഹം. തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് സി രാജഗോപാലാചാരിയായിരുന്നു. 1930 ഏപ്രിൽ 13 തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച ജാഥ ഏപ്രിൽ 28 വേദാരണ്യം കടപ്പുറത്തെത്തി. ഉപ്പ് നിയമം ലംഘിച്ച രാജഗോപാലാചാരിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം 1930 ഏപ്രിൽ 13 തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച ജാഥ 28 വേദാരണ്യ കടപ്പുറത്തെത്തുകയാണ് ചെയ്തത്. ഉപ്പ് സത്യാഗ്രഹം കേരളത്തിലെ ഉപ്പ് നിയമലംഘനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു. കേരള ഗാന്ധി, പി കൃഷ്ണപിള്ള, കെ കുഞ്ഞപ്പൻ നമ്പ്യാർ, കേരളീയൻ പി കേശവൻ നമ്പ്യാർ, പി സി കുഞ്ഞിരാമൻ അടിയോടി എന്നിവരുൾപ്പെടെ 32 പേരടങ്ങുന്ന സന്നദ്ധ ഭടന്മാരുടെ ഒരു സംഘം കേളപ്പൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നിന്ന് 1930 ഏപ്രിൽ 13 പയ്യന്നൂരിലേക്ക് തിരിച്ചു. അംഷി നാരായണപിള്ള രചിച്ച വരിക വരിക സഹചരേ എന്ന് തുടങ്ങുന്ന വരികൾ ജാഥയുടെ പടയണി ഗാനമായിരുന്നു. DR കൃഷ്ണസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘവും പയ്യന്നൂർക്ക് തിരിച്ചിരുന്നു. ഈ സമയത്താണ് 1930 മെയ് 4 ഇർവിൻ പ്രഭു ഗാന്ധിജി അറസ്റ്റ് ചെയ്യാൻ ഓർഡർ കൊടുത്തു. അങ്ങനെ നമ്മുടെ ഗാന്ധിജിയും അറസ്റ്റിലായി. 1930 മെയ് 4 അങ്ങനെ ഇവരെല്ലാം ഇങ്ങനെ എന്താണ്. അപ്പം 1930 21 മെയ് ആയപ്പോഴത്തേക്ക് ഇവിടെ ഒരു നിയമമാണ്. പ്രൊട്ടസ്റ്റ് ദ ദർശന സാൾട്ട് വർക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സത്യാഗ്രഹം സരോജിനി നായിഡു നയിച്ചിരുന്നു, നമ്മുടെ വാനമ്പാടി. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഉപ്പ് സത്യാഗ്രഹത്തിൽ എന്താണ് അവർ ശരിക്കും ഉപ്പിന് നികുതി എടുത്തതോടുകൂടിയാണ് എല്ലാവർക്കും ഇവരോട് ഭയങ്കരമായ ഇത് വന്നത്. അപ്പോൾ ഈ പോലീസുകാർക്ക് ബാരിക്കോഡൊക്കെ ഉപയോഗിച്ച് ദർശന സാൾട്ട് വർക്കേഴ്സിനെയൊക്കെ ഒരുപാട് എന്ത് ചെയ്തു, ഉപദ്രവിക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ റിസൾട്ടിൻ്റെ ഫലമായിട്ട് പോലീസുകാർ എന്ത് ചെയ്ത് ഡെത്ത് ആവുകയും ഒക്കെ ചെയ്തു. ഈ സമയത്താണ് ചൗക്കിദാരി എന്ന് പറയുന്ന ഒരു ടാക്സ് ഇവർ പിരിച്ചിരുന്നു. എപ്പോഴെന്ന് വെച്ചാൽ ഈ 1907 കാലഘട്ടത്തിൽ കർഷകരിൽ നിന്ന് 1907 സൂററ്റ് സ്പ്ലിറ്റ് നടക്കുന്ന സമയമാണ്. 1907 കാലഘട്ടത്തിൽ കർഷകരിൽ നിന്ന് ഇവരെന്ത് ചെയ്തു,
ഒരു തരം നികുതി പിരിച്ചിരുന്നു. അതെന്ന് വെച്ചാൽ ഗ്രാമകാവൽക്കാർ, ഗ്രാമത്തിൽ പോലീസുകാർ കാവൽ നിൽക്കുന്നല്ലോ, ഒരു തരം പോലീസിന് നഷ്ടപരിഹാരമായി സ്റ്റേറ്റ് സെക്രട്ടറി കർഷകരിൽ നിന്ന് നികുതി പിരിച്ചിരുന്നു. ഈ പാവപ്പെട്ട കർഷകരെ ബാധിച്ചിരുന്നത് 1930 സിവിൽ നിയമ ലംഘന പ്രസ്ഥാന പ്രകാരം കർഷകർ ഈ നികുതി അടയ്ക്കാൻ വിസമ്മതിച്ചു. പിന്നെ പറയണം, അങ്ങനെ അവരെന്ത് ചെയ്തു? ഇവർ നികുതി അടച്ചില്ല. അതും ഒരു പ്രശ്നമായി മാറി. അങ്ങനെ ഇവർ ഇതുപോലെ എല്ലാ മഹാരാഷ്ട്രയിലും സെൻട്രൽ പോയിൻസിലും അങ്ങനെ വേണ്ട എല്ലായിടത്തും, ഉത്തർപ്രദേശിലും എല്ലാ സ്ഥലത്തും എന്ത് ചെയ്തു? നോ റവന്യൂ, നോ റവന്യൂ, നോ റവന്യൂ. ഒരിടത്തുനിന്നും അവരെന്ത് ചെയ്യില്ല, സമീന്ദാർക്ക് മാർക്ക് കൊടുത്തില്ല. എല്ലാ നികുതികളും നോ റെൻറ്റ്, നോ റവന്യൂ, എല്ലാ നോ റവന്യൂ മൂവ്മെൻറ്റ് വാസ് ദ റിഫ്യൂസൽ പേ റവന്യൂ ഓഫ് ദ ഗവൺമെൻറ്. നോ റെൻറ്റ് മൂവ്മെൻറ്റ് അർജിഡ് ദ ടെനൻസ് നോട്ട് പേ റെൻറ്റ് ടു ദ സെമീന്ദാർ. ആർക്കും ഇവർ കൊടുക്കാതെയായി. അവസാനം ഗാന്ധിജിയെ മിഡ് ഡേയിൽ എന്ത് ചെയ്തു? പെഷവാറിൽ, അതുപോലെ തന്നെ ചണ്ഡിഗോം, പെഷവാർ, ഇവിടെയൊക്കെ വെച്ച് ഗാന്ധി എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു. അത് ഗാന്ധിജി ടാക്സ് കൊടുക്കാതെ ഇരിക്കാൻ എല്ലാവരോടും, പിന്നെ സോലാപ്പൂരിൽ എല്ലായിടത്തും പ്രതിഷേധങ്ങൾ ആഞ്ഞടിച്ചു. അപ്പം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഈ സാൾട്ട്, ഈ ഇമ്പാക്റ്റ് ഓഫ് സാൾട്ട് സത്യാഗ്രഹം, സാൾട്ട് സത്യാഗ്രഹത്തിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ദ സാൾട്ട് സത്യാഗ്രഹ മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് ന്യൂ ഫോംസ് ഓഫ് അജിറ്റേഷൻ. സാൾട്ട് സത്യാഗ്രഹത്തിന് എതിരെ ഇവരെന്ത് ചെയ്തു? പ്രക്ഷോഭം ആരംഭിച്ചു, അജിറ്റേഷൻ നടത്തി. പിന്നെ പറയുന്ന പോയിന്റ്, ദ മൂവ്മെൻറ്റ് വിറ്റ്നസ്ഡ് ദ പാർട്ടിസിപ്പേഷൻ വുമൺ ലാർജ് നമ്പർ. ഒത്തിരി സ്ത്രീകൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. 3, വുമൺ ഹൂ ഹാഡ് സ്റ്റെപ്പ്ഡ് ഔട്ട് ഫ്രം ദെയർ ഹോംസ്. വീടിൻ്റെ അടുത്തിൽ അടച്ചിട്ടിരുന്ന ആൾക്കാരായ, പുറത്തായിട്ട് നടന്നവർ, മദേഴ്സ് ആയാലും, വിധവകൾ, അൺമാരീഡ് ഗേൾസ്, കല്യാണം കഴിക്കാത്ത സ്ത്രീകൾ എന്ന് വേണ്ട എല്ലാവരും ലിക്കർ ഷോപ്പിലും പ്രൊസീഡിങ് ദ കസ്റ്റമേഴ്സ് ആൻഡ് ഷോപ്കീപ്പേഴ്സ്, അങ്ങനെ എല്ലായിടത്തും ഉള്ളവരും ഇതിൽ പങ്കെടുക്കുകയും ഈ ബ്രിട്ടീഷുകാരുടെ എല്ലാം എന്ത് ചെയ്തു? ഡിസൊബീഡിയൻറ്റ് ചെയ്തു, ഉപേക്ഷിച്ചു. ദ പാർട്ടിസിപ്പേഷൻ ഓഫ് യൂത്ത് ആൻഡ് സ്റ്റുഡൻസ് വാസ് ഓൾസോ മീനിങ്. ഇതിൽ സ്റ്റുഡൻസും എല്ലാ യുവാക്കളും പങ്കെടുത്തു. പിന്നെന്താണ്? ഖാദി വസ്ത്രത്തിന് പ്രൊമോട്ട് ചെയ്തു കൊടുത്തു. കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ചു ഇല്ലീഗലായിട്ട്, നിയമവിരുദ്ധം ആയിട്ട് എല്ലാത്തിനെയും അത് ഡിക്ലെയർ ചെയ്ത്. പിന്നെന്താണ്? ബോയ്കോട്ട് ഓഫ് ഫോറിൻ ക്ലോത്തസ് മുഴുവനും അവരെന്ത് ചെയ്തു? ബഹിഷ്കരിച്ചു. ഷോ ദ പവർ ഓഫ് ദ പീപ്പിൾ ഇൻക്ലൂഡിങ് ദ ഡിപ്രസ്ഡ് ക്ലാസ് ആൻഡ് വുമൺ. എല്ലാവരും എന്ത് ചെയ്തു? അവരുടെ ജനങ്ങളുടെ പവർ കാണിച്ചു. സ്ത്രീകളും പുരുഷന്മാരും എന്ന് വേണ്ട എല്ലാവരും, എല്ലാ ക്ലാസ്സിലുള്ളവരും. ദ ന്യൂ ഫീച്ചേഴ്സ് ഓഫ് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് വാസ് ദ മാസീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ബിസിനസ് പീപ്പിൾ. അതുപോലെ എല്ലാ ആൾക്കാരും ഈ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്ത് ചെയ്തു? അതിൽ പങ്കെടുത്തു. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? പ്രൊവൈഡ് ദ ഫൈനാൻസ് സപ്പോർട്ട് ദ മൂവ്മെൻറ്റ് എലോങ് വിത്ത് ദം വർക്കേഴ്സ് ആൻഡ് ദി പേഴ്സൺസ് ആൾ സപ്പോർട്ട് ദ മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റിന് എല്ലാ ആൾക്കാരും ഫൈനാൻസായിട്ട് എല്ലാ തരത്തിലും ഇവരുടെ ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. നമുക്കിതിൻ്റെ റീക്യാപ്പ് ഒന്ന് നോക്കാം. ദ ഫോർമേഷൻ ഓഫ് ആൻ വൈറ്റ് സൈമൺ കമ്മീഷൻ നവംബർ 1927 ഫോർമേറ്റ് ചെയ്തത്. ചെയർമാനായിരുന്നത് സർ ജോൺ സൈമൺ ആയിരുന്നു. അതുപോലെ ഈ കമ്മീഷൻ എങ്ങനെയാണ് ഇന്ത്യക്കാർ വെൽക്കം ചെയ്തതെന്ന് വെച്ചാൽ ഗോ ബാക്ക് സൈമൺ എന്നാണ്. കമ്മിറ്റി മോത്തിലാൽ നെഹ്റു ആണ് ഫോം ചെയ്തത് ഈ കമ്മിറ്റി. അതുപോലെ മോത്തിലാൽ നെഹ്റു സബ്മിറ്റഡ് ദ റിപ്പോർട്ട് കാൾഡ് നെഹ്റു റിപ്പോർട്ട്. മോത്തിലാൽ നെഹ്റു സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിനെ പറയുന്നത് നെഹ്റു റിപ്പോർട്ട് എന്നാണ്. നെഹ്റു റിപ്പോർട്ട് ഡിഫൈൻ ചെയ്ത് ഡൊമിനിയൻ സ്റ്റാറ്റസ്. നമുക്ക് എന്താണ് ഡൊമിനിയൻ സ്റ്റാറ്റസ് ആണ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ ഡിഫൈൻ ചെയ്തത്. അതുപോലെ തന്നെ റിപ്പോർട്ട് റിജക്ട് എന്ന് വെച്ചാൽ നമുക്ക് ആധിപത്യം ഉണ്ടാവുക, ഇവരുടെ ഭരണങ്ങളും എല്ലാം മാറ്റുക അല്ലേ ബ്രിട്ടീഷുകാരുടെ. പിന്നെന്താണ്? റിപ്പോർട്ട് റിജക്റ്റഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് സെപ്പറേറ്റ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ്. അവരുടെ കമ്മ്യൂണൽ ഇലക്ടറേറ്റ് സെപ്പറേറ്റായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് ഇത് റിജക്റ്റ് ചെയ്തവർ. പിന്നെ അതുപോലെ മുസ്ലിം ലീഗ് ലെഡ് ബൈ മുഹമ്മദ് അലി ജിന്ന ആൻഡ് ഡിഡ് നോട്ട് സപ്പോർട്ട്. മുഹമ്മദ് അലി ജിന്ന നെഹ്റു റിപ്പോർട്ടിനോട് യോജിച്ചില്ല. ജിന്ന പ്രപ്പോസ് ചെയ്തത് 14 പോയിൻ്റുള്ള
ഇത് ഒരു പോയിന്റ് കൊണ്ടുവരികയാണ് ചെയ്തത് 1929. പിന്നെ അതുപോലെ ഡിസംബർ 1928 കൽക്കട്ട സെക്ഷനിലാണ് കോൺഗ്രസ് സപ്പോർട്ടഡ് ദ പൂർണ്ണ സ്വരാജ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് വേണമെന്ന് പറഞ്ഞ് തുടങ്ങിയത്. അപ്പം ഇന്ത്യക്ക് പൂർണ്ണ സ്വരാജ് വേണം എന്നുള്ള ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇർവിൻ പ്രഭുവിൻ്റെ റിപ്പോർട്ട് പ്രകാരം 1929 ഒക്ടോബർ 31 എന്താണ് ഡൊമിനിയൻ സ്റ്റാറ്റസ് പ്രഖ്യാപിക്കാം എന്നുള്ള ഇത് വന്നു. കാരണം അന്ന് അത് ഗാന്ധിജി ഉൾപ്പെടെ എല്ലാവരും റിജക്റ്റ് ചെയ്തായിരുന്നു. ദ സാൾട്ട് സത്യാഗ്രഹ വാസ് ലോഞ്ച് 1930 ഇമ്പോസിഷൻ 1930 ഇത് തുടങ്ങിയത് ഉപ്പ് സത്യാഗ്രഹം. പിന്നെ 1930 മാർച്ച് 12 ഗാന്ധി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് പ്രകാരം ദണ്ഡികടപ്പുറത്തോട്ട് പോയത്. ഗാന്ധി ബ്രോക്ക് സാൾട്ട് ലോ ബൈ കളക്ടിങ് സാൾട്ട് ഫ്രം ദ സീ കോസ്റ്റ് ഓഫ് ദ ഏപ്രിൽ 1930 ഏപ്രിലാണ് 6 ഗാന്ധിജി ഇവിടെ ദണ്ഡികടപ്പുറത്തെത്തി. നിയമം ലംഘിച്ച് അടുത്ത ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. വെൻ വാസ് ദ സൈമൺ കമ്മീഷൻ സെറ്റപ്പ്? സൈമൺ കമ്മീഷൻ എപ്പോഴാണ് സെറ്റപ്പ് ആയത്? നവംബർ 1927. വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ദി സൈമൺ കമ്മീഷൻ? സൈമൺ കമ്മീഷൻ്റെ പർപ്പസ് ടു ചെക്ക് വെദർ ഇന്ത്യ ഈസ് റെഡി ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോഗ്രാം ആയിരുന്നു. അത് ചെക്ക് ചെയ്യുന്നതായിരുന്നു അവരുടെ പർപ്പസ്. പിന്നെ ഹൂ സെലക്റ്റഡ് ദ മെമ്പർ ഓഫ് ദ സൈമൺ കമ്മീഷൻ? ആരൊക്കെയാണ് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ലോർഡ് ബിക്കൻഹെഡാണ് സെലക്ട് ചെയ്തത്. ഹൂ പ്രസൻറ്റ് ദ നെഹ്റു റിപ്പോർട്ട് ഫോർ ആൾ പാർട്ടീസ് കോൺഫറൻസ് 1928? ആരാണ് നെഹ്റു റിപ്പോർട്ട് എല്ലാ പാർട്ടികളിലും എന്ത് ചെയ്തത്? പ്രസൻറ്റ് ചെയ്തത്? മോത്തിലാൽ നെഹ്റു ആയിരുന്നു. വാട്ട് വാസ് ദ ഡിസൈഡ് ഫ്രം ദ ഗവൺമെൻറ് അക്കോർഡിംഗ് ടു ദി നെഹ്റു റിപ്പോർട്ട്? നെഹ്റു റിപ്പോർട്ട് ഈ ഗവൺമെൻറ്റിന് എന്താണ് ആവശ്യപ്പെട്ടത്? ഡൊമിനിയൻ സ്റ്റാറ്റസ് ആണ് ആവശ്യപ്പെട്ടത്. ഹൂ പ്രപ്പോസ്ഡ് ദ 14 point റിജക്റ്റഡ് ദ നെഹ്റു റിപ്പോർട്ട്? നെഹ്റു റിപ്പോർട്ട് റിക്കോർഡ് ചെയ്തിട്ട് 14 point കൊണ്ടുവന്ന ആരാണ്? മുഹമ്മദ് അലി ജിന്ന. ഹൂ ഡിക്ലെയർഡ് ദ പൂർണ്ണ സ്വരാജ് ആസ് ദ മെയിൻ എയിം ഓഫ് ദി കോൺഗ്രസ്? പൂർണ്ണ സ്വരാജ് എന്നാൽ കോൺഗ്രസിൻ്റെ എയിം എന്തായിരുന്നു എന്നാണ് ഇത് ആരാണ് അത് പൂർണ്ണ സ്വരാജ് എന്നാൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പൂർണ്ണ സ്വരാജാണ്, പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞത്, അത് പ്രഖ്യാപിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഹൂ വാസ് ദ വൈസ്രോയി ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ദി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്? ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ആരായിരുന്നു വൈസ്രോയി? ലോർഡ് ഇർവിൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു.